ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നേ പുലർച്ചെ ഞങ്ങൾ വിളക്കുകൊളുത്തലൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഇന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോവാണ്. തിരുവമ്പാടിയിലേക്കും പാരമേക്കാവിലേക്കും നരസിംഹമൂർത്തിയുടെ അമ്പലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ ഇപ്പൊ നമ്മൾ ആദ്യം തിരുവമ്പാടിയിലേക്കാണ് പോവുക. അപ്പം ആ പോകുമ്പോൾ കുറച്ച് നേരത്തെയായിരുന്നു, അഞ്ചര ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഞ്ചര കഴിഞ്ഞു തോന്നുന്നു, എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങള് നേരെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമല്ലേ, എനിക്ക് ഇഷ്ടമാണ് ഈ ലൈറ്റ്സ്. പക്ഷെ ഈ ക്യാമറയിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ ലൈറ്റ്സ് ഇങ്ങനെ കണ്ടോ കണ്ണിലേക്ക് ഇങ്ങനെ വരും. അല്ലെങ്കിൽ എനിക്ക് ഫുള്ള് രാത്രിയിലൊക്കെ യാത്ര ചെയ്യാനും ഇരുട്ടില് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ചുറ്റിനും വെളിച്ചങ്ങൾ ഉണ്ടാവും, അതിനുള്ളിലൂടെ കാറ് പോവുക എന്നൊക്കെ പറയുമ്പോൾ രസമല്ലേ. അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടിയിലേക്ക് എത്തിട്ടോ. തിരുവമ്പാടിയിലെ തൊഴുത് ഞങ്ങള് തൊഴാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഏട്ടൻ ഫോണും പിടിച്ചിട്ട് നിൽക്കാം, നീ കയറി പൊക്കോളൂ ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം കയറിപ്പോയി. എന്നിട്ട് അമ്പലത്തിലൊക്കെ തൊഴലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് ഇറങ്ങിട്ടോ. ഇറങ്ങിയതിന് ശേഷം ഞാൻ ഏട്ടൻ വരുന്നത് ആദ്യം ഷൂട്ട് ചെയ്തു, അതിനുശേഷം ഏട്ടൻ ഞാൻ വരുന്നത് ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഉണ്ടായത്. കാരണം ഫോണും കൈ പിടിച്ചിട്ട് പോയിട്ട് തിരിച്ചു എത്തുമ്പോഴത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചത്. അപ്പോഴാണ് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, അപ്പൊ അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ ഇറങ്ങി വരുന്നു ഒരു പച്ച, കിളിപ്പച്ച മഞ്ഞ പോലത്തെ ഒരു ചുരിദാർ. ഇതിന് എന്താ കളറ് അതന്നെ ആയിരിക്കൂലേ, എന്താന്ന് പറയാ, ഒരു പച്ചയും മഞ്ഞൊക്കെ കളർന്നിട്ടുള്ള ഒരു കളർ. എനിക്ക് കളറ് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല പറയാ. ഇതേ അങ്ങനെയാണ്. അത് നമ്മളൊരു ഓൺലൈനിൽ നിന്ന് എടുത്തതാട്ടോ. നല്ല ചുരിദാറല്ലേ, പക്ഷെ ഇത് ഫിറ്റായി. ആദ്യം എനിക്ക് ഭയങ്കര ലൂസായിരുന്നു ഈ ചുരിദാർ. ഇതെനിക്കിപ്പോ ഫിറ്റായി ടൈറ്റ് ആയിട്ട് ആയിരിക്കും. അത് ഏതാ അജിയോ എന്നാണ് എടുത്തത് കേട്ടോ. ഇപ്പൊ നേരെ ഞങ്ങൾ പാറമേക്കാവ് അമ്പലത്തിലെത്തി. വേടൻ വേഗം പോവാണ്. അപ്പൊ ഇങ്ങനെ പിടിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചിലതൊക്കെ ചേട്ടൻ ഷൂട്ട് ചെയ്തപ്പോ ഇതേപോലെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീൽസിലേക്ക് എടുക്കുന്ന പോലെയാണ് ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ രണ്ടു തരത്തിലായപ്പോ പകുതി ഭാഗങ്ങൾ നമ്മുടെ കാണാനില്ല. അപ്പൊ വയറൊക്കെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ റീൽസിന്റെ മോഡല് ഷൂട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ക്ഷമിക്കണം കേട്ടോ. അപ്പം അമ്പലത്തിൽ നിന്ന് ഞാൻ തൊഴുത് എങ്ങോട്ട് ഇറങ്ങാണ്. പേട്ടനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാറമേക്കാവിന്ന് ഞാൻ ഇറങ്ങി വരുന്നതൊക്കെ. അപ്പം എനിക്ക് ഈ ചുരിദാർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഭംഗിയൊക്കെ തോന്നുന്നത്. ഒരുപാട് പഴകി, ഒരു 4 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ ഈ ചുരിദാറൊക്കെ എടുത്തിട്ട് നമ്മള്. അപ്പൊ ഇത് തിരിച്ച് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. നമ്മുടെ നരങ്കുളങ്ങര, അതായത് ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലേക്ക് ഞാനാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണത്. അതിന്റെ ഒരു പത്രാസും അതൊക്കെ ഉണ്ട് എനിക്കിന്ന്. കാരണം കുറെ നാൾക്ക് ശേഷം വല്ലപ്പോഴേക്കും എനിക്ക് തരുള്ളൂ. ആളുകൾ ഓടിക്കാനാണ് ഇഷ്ടം. അപ്പൊ പിന്നെ എനിക്ക് കുറച്ച് വെപ്രാളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആള് പറയും വേണ്ട ഞാൻ എടുക്കാം, ഞാൻ വണ്ടി ഓടിക്കും. അതൊക്കെയാണ് ആൾക്ക് ഇഷ്ടം. അപ്പൊ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഞാനാണ് വണ്ടി ഓടിച്ചത്. അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് എനിക്കിന്ന്. അപ്പം ചേട്ടൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കണെന്ന് ഞാൻ കാറിൽ ആള് വരുന്നത് കാണാനില്ല. അപ്പൊ ഞാനിങ്ങനെ എത്തിച്ചു നോക്കുകയാണ്, ഈ ആള് വരുന്നില്ലേ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ നരസിംഹമൂർത്തിയുടെ ഇവിടെയാണ് കുളശ്ശേരി എന്ന് പറയാ കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്തെ ചുമ വന്നു. അപ്പൊ കുളശ്ശേരി എന്നൊക്കെ തൊഴുത് ഇറങ്ങാണ്. അപ്പൊ അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പരിചയം. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പോകുമ്പോ അമ്പലത്തിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയമാവുള്ളൂ. അപ്പൊ ഏട്ടനെ എന്നെയും പരിചയം. അപ്പൊ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിക്കാണ്. അപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ ചോദിച്ചതാണ് കേട്ടോ ആള്. അപ്പൊ അങ്ങനെ ആളോട് വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് അവിടെ കൊന്ന പൂത്ത് നിൽക്കണോ. അപ്പൊ ഇത് ശരിക്കും നമ്മള് സാധാരണ മോഡല് വ്ളോഗിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പക്ഷെ ഇത് ചിലതൊക്കെ റീൽസിന് വേണ്ടി എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയി പോയത്. അപ്പൊ ഞാൻ ആ കൊന്നപ്പൂത്തിന്റെ താഴെ വന്നപ്പോ എന്റെ ഡ്രസ്സും കൊന്നപ്പൂവും എല്ലാം ഏതാണ്ടൊക്കെ ഒരേപോലെ തോന്നി എനിക്ക്. അപ്പം അതിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്റെ വീട്ടിലുണ്ട് കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത്ര അധികം ഇങ്ങനെ അങ്ങോട്ട് ഭംഗിയിൽ നിൽക്കുന്നില്ല. അത് മുകളിലേക്ക് പോയി കാരണേ. അപ്പൊ താഴെ
ഇതാ ഒരു കൊമ്പ് കിട്ടി. അപ്പൊ അതിങ്ങനെ എടുത്ത് ഞാനിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കാണ്. നല്ല സന്തോഷായിട്ടാ. റീൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതാ അമ്പലമായതുകൊണ്ട് നമുക്ക് അതിനൊന്നും സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ഏട്ടനോടൊക്കെ കുലി അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ ഒരു ഈ നമ്മുടെ അവിചാരിതമായിട്ട് കിട്ടിയ ഒരു സംഭവമാണല്ലോ ഇങ്ങനെ കൊന്ന പൂത്ത് നിൽക്കുന്നത്. കുറെ പിന്നെ നാളുകൾ നമുക്ക് ഈ വിഷു സമയത്താണല്ലോ നമുക്ക് കാണാം, ഈ വേനലിലല്ലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ വേഗം പോയി നിൽക്കാണ്, എനിക്ക് കാറ് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സമ്മതിച്ചില്ല കേട്ടോ, എന്നെ കൊണ്ട് ഓടിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. കുറച്ച് ദൂരം മാത്രമേ വന്നുള്ളൂ. പിന്നെ നേരെ ഞങ്ങൾ പത്തൻസിലേക്ക് വരികയാണ്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ഹോട്ടലാണ് പത്തൻസ്, തൃശ്ശൂര് പത്തൻസ്. അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് ചേട്ടന് നേരത്തെ പോണം, ഫുഡൊന്നും വേണ്ട. അപ്പൊ എന്തായാലും നമുക്ക് നീ വെക്കാൻ നിൽക്കണ്ട, ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണ്ട, നമുക്ക് വേഗം പോവാം എന്ന് വെച്ചാൽ ചേട്ടന് ഇവിടെ വന്ന വഴിക്ക് വേഗം തിരിച്ചു പോകേണ്ടി വന്നു ഓഫീസിലേക്ക്. അപ്പൊ അങ്ങോട്ട് ആ കാരണം ചേട്ടൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏട്ടനൊപ്പം പത്തൻസിലേക്ക് കയറാണ്. അപ്പൊ ഞാൻ പത്തൻസിനെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണത്. അത് ശബ്ദം മറ്റുള്ള ശബ്ദങ്ങളെല്ലാം ചെയ്തപ്പോ എനിക്ക് ആ ശബ്ദമൊക്കെ പോയി, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഹോട്ടലിലേക്ക് അങ്ങനെ കയറി. ഹോട്ടലിൽ അങ്ങനെ കയറിയപ്പോ നോക്കിയപ്പോ ആള് കാണാനില്ല. നോക്കി ദേ പോയിരിക്കണു മുക്കില്. അവിടെ പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആള് എല്ലാം അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും മസാല ദോശ ആള് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 മസാല ദോശക്ക് ഓർഡർ ചെയ്ത് ഞാൻ ചെല്ലുമ്പോഴേക്കും മസാല ദോശക്കായി. അപ്പം വെച്ചാ ആൾക്ക് ധൃതിയായിട്ടേ പോവാൻ വേണ്ടിയിട്ടേ, ഓഫീസിൽ പോവാനുള്ള സമയമായല്ലോ. അപ്പൊ അങ്ങനെ വേഗം മസാല ദോശ കഴിക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മസാല ദോശ, ഏട്ടൻ ആദ്യം കഴിക്കൂ എന്നിട്ട് പറയൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏട്ടൻ കഴിക്കുകയാണ് കേട്ടാ. ഏട്ടനെ കൊണ്ട് ആദ്യം കഴിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നന്നായിന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ പറയാ ഹായിന്ന്. അപ്പൊ ഞാൻ മസാല ദോശ എങ്ങനെയുണ്ടെന്ന് പറയൂ ചേട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി നിന്ന് എടുത്തപ്പം കിട്ടി. അപ്പൊ എന്നോട് പറയാം ഞാൻ പിടുക്കാം, നീ ഇരുന്ന് കഴിച്ചോളാൻ പറയാം. അപ്പൊ ഞാൻ വേണ്ട, ഞാൻ ചേട്ടൻ കഴിക്കേ എന്നിട്ട് പറയുന്നു പറഞ്ഞു. അങ്ങനെ ചേട്ടനെ കൊണ്ട് കഴിപ്പിച്ചു. നന്നായിട്ട് ഇത്ര അയലേക്ക് വെക്കുമ്പോഴേക്കും നല്ലതാണ് കേട്ടോ, വെറുതെ പറഞ്ഞതല്ല ഏട്ടൻ. അതായത് ഈ ചേട്ടൻ ഇത്രയും നല്ല മസാല ദോശ ഈ കുറച്ച് നാളായിട്ട് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ സമയത്ത് വന്ന് കഴിച്ചിട്ടുമില്ല, കുറെ നാളെ ഈ സമയത്തൊക്കെ വന്ന് കഴിച്ചിട്ട്. വൈകിട്ടൊക്കെയാണ് വരിക. ഇങ്ങനെ രാവിലെ ഇത്രയും നേരത്തെ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നാളെ. അപ്പം അങ്ങനെ ചട്നി, സാമ്പാറ്, പിന്നെ എന്നിട്ടാ ചമ്മന്തി എല്ലാം കിട്ടി. വെള്ള ചട്നി നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതാണ് കൂടുതൽ കഴിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല പോലെ ഹെവിയായി എനിക്ക്. ആദ്യം അല്ലെങ്കിൽ ഒരു മസാല ദോശയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വടയൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ അവസ്ഥകള്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കാന്ന് പറയാണ്, ഞാൻ നിങ്ങൾക്ക് കഴിക്കണതെല്ലാം കാണിച്ചു തരാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നുണ്ടായിരുന്നത്. അവിടെ വോയിസ് ഉള്ള കാരണം ഞാൻ അതൊക്കെ കളഞ്ഞതാണ്. നല്ല ശബ്ദം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ടാറ്റാ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വൈകിട്ട് കാണേ, വൈകിട്ട്.